Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Vave. Good morning. Yes, good morning once again. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഞാൻ വന്നു. ക്ലാസ് തുടങ്ങാൻ വേണ്ടി റെക്കോർഡൊക്കെ ഓൺ ആക്കി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അല്ലെ. ക്ലാസ്സിൽ നിന്ന് എനിക്ക് പോകേണ്ടി വന്നു. ബിക്കോസ് നമ്മളെ ഇവിടെ എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ടെക്നിക്കലായിട്ട് എന്തോ ഒരു അരിയർ വന്നപ്പോ ശ്രമിച്ചു നോക്കി ഞാൻ. മാറിയൊക്കെ ഇരുന്ന് നോക്കി, പക്ഷെ പറ്റുണ്ടായില്ല. അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് ഫസ്റ്റ് അവർ ഇല്ലെന്ന് പറഞ്ഞു, സെക്കൻഡ് അവർ ഇല്ലാന്ന് പറഞ്ഞിരുന്നു നിങ്ങളോട്. സെക്കൻഡ് അവറും ടീച്ചർ വന്ന് കുറച്ചു നേരം നോക്കിയിരുന്നു തോന്നണ്. സെക്കൻഡ് അവറും ഇല്ലാന്ന് പറഞ്ഞിരുന്നു അന്ന്, പറഞ്ഞോ? അല്ല, സെക്കൻഡ് അവർ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇൻഫോർമേഷൻ എങ്ങനെ വന്നേ? അങ്ങനെയാണോ? ക്ലാസ് ടെക്നിക്കൽ ഇഷ്യൂ കാരണം ക്ലാസ് ഇല്ലെന്നാ വിളിച്ചപ്പം മിസ് പറഞ്ഞത്. ആണോ? ഓക്കെ. ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റിയില്ല. അപ്പോ സോറി. നമുക്ക് വന്നിരുന്ന് ഞാൻ ഓപ്പൺ ആക്കിയതാണ്. കുറച്ചു പേരൊക്കെ ജോയിൻ ചെയ്തിരുന്നു, കണ്ടിട്ടുണ്ടാവും അല്ലെ. റെക്കോർഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് എടുത്തപ്പോഴേക്കും കണക്ഷൻ ലോസ്റ്റ് ആയി. പിന്നെ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, കുറച്ചു നേരം ഞാൻ ട്രൈ ചെയ്തു, പറ്റിയില്ല. ഓക്കെ, സോ നമ്മൾ എടുത്തോണ്ടിരുന്ന പോർഷൻ എവിടെയെന്ന് അറിയാമോ? അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നല്ലോ. കഴിഞ്ഞ വെനസ്ഡേ ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വെനസ്ഡേയിലാണ് നമ്മൾ ക്ലാസ് നിർത്തിയത്. പിന്നെ മൺഡേ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും 1 വീക്ക് ആഫ്റ്റർ ആണ് വീണ്ടും നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്നാണ് എന്റെ ചോദ്യം. എവിടെയാണ് നമ്മൾ നിർത്തിയത് വെനസ്ഡേയില്? നിങ്ങളൊന്ന് കൺഫേം ചെയ്യ്. റിക്രൂട്ട്മെന്റ് അതാണോ? യെസ്, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചിരുന്നു അല്ലെ. അങ്ങനെയല്ലേ? നിങ്ങൾ കൂടി കൺഫേം ചെയ്താലാണ് എനിക്ക്. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ടോപ്പിക് തുടങ്ങിയിരുന്നു. അതിന്റെ തൊട്ട് മുന്നത്ത് എന്താ പറയാ, നമ്മളുടെ മാൻ പവർ കൺസെപ്റ്റിനെ കുറിച്ചിട്ടൊക്കെ, മാൻ പവർ കമ്പോണന്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അതിന്റെ പ്രധാനമായിട്ടുള്ള എന്താ പറയാ മാൻ പവറിന്റെ 3 കമ്പോണന്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് 3ഉം ഫോർകാസ്റ്റിംഗ്, റിക്രൂട്ട്മെന്റ് പ്ലാന്, പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് നേരത്തെ കൂട്ടി നമുക്ക് എത്രത്തോളം എംപ്ലോയീസിനെ വേണം, എത്ര മാൻ പവർ ആവശ്യമുണ്ട്, ഇപ്പൊ എത്രയുണ്ട് അവൈലബിൾ ആയിട്ടുള്ള മാൻ പവർ, എന്നാൽ നമുക്ക് ഇനി ഫ്യൂച്ചർ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എത്ര വേണം, അതിന്റെ ഒരു എസ്റ്റിമേഷൻ നടത്തുക. അതാണ് ഫോർകാസ്റ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അത് റിക്രൂട്ട്മെന്റ് മാൻ പവർ പ്ലാനിങ്ങിൽ വരുന്നത് ആ ഒരു എന്താ പറയാ, നമുക്ക് നിലവിലുള്ള ആ ഒരു ഗ്യാപ്പ്, എന്താ പറയാ വേക്കൻസിയുടെ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യണം. അതിന് നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള എംപ്ലോയീസിന്റെ ഇന്റേണൽ സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് എടുത്തിട്ട് ഗ്യാപ്പൊക്കെ ഫിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്തണോ, അതൊക്കെ ആ ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ് തയ്യാറാക്കുന്നതാണ് സെക്കൻഡ് കമ്പോണന്റ് മാൻ പവറിന്റെ റിക്രൂട്ട്മെന്റ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ റിക്രൂട്ട്മെന്റ് നമുക്കറിയാം, നമ്മൾ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ്. And then only we can utilize the human power completely. നമുക്ക് അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ അപ്പോഴേ പറ്റുള്ളൂ. കാരണം അവർക്ക് ഒരുപാട് കഴിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓരോ എംപ്ലോയീസിനും. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ്. അപ്പൊ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്, അങ്ങനെ 3 കമ്പോണന്റ് ആയിട്ട് മാൻ പവർ പ്ലാനിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ജസ്റ്റ് തുടങ്ങിയിരുന്നു റിക്രൂട്ട്മെന്റ്. വാട്ട് യു മീൻ ബൈ റിക്രൂട്ട്മെന്റ്?
Recruitment means discovering talented applicants for actual or expected vacancies. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന വേക്കൻസീസ് അത് ഇപ്പോൾ ഉള്ളതും എന്നാൽ നമുക്കിനി വരാൻ സാധ്യതയുള്ളതുമായ വേക്കൻസീസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക, ആപ്ലിക്കൻസിനെ കണ്ടെത്തുക, ഡിസ്കവർ ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് റിക്രൂട്ട്മെന്റ്. അതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുക. അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു സെന്റൻസ്, റിക്രൂട്ട്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്തിരുന്നോ? ഒന്ന് രണ്ട് ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. തേർഡ് പാരഗ്രാഫ് തുടങ്ങിയാണ് എടുക്കാനുള്ളത്. അതിനോ അപ്പൊ നോക്കുക. അടുത്തത് വീണ്ടും നമ്മൾ വേറൊരു ഡെഫിനേഷൻ കൂടി ഈ റിക്രൂട്ട്മെന്റിന് പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ദ അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. അതായത് വളരെ കഴിവുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക. ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് അതിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. അതായത് കൂടുതൽ ആളുകളെ ഒരു ഓർഗനൈസേഷനിൽ വേക്കൻസി ഉണ്ടാകുമ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് എന്താ പറയാ, പ്രേരിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, അതോടൊപ്പം തന്നെ അട്രാക്ട് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചപ്പോ ചില ബിസിനസ് ഓർഗനൈസേഷനിൽ വെൻ ദർ ഈസ് വേക്കൻസി, ഇങ്ങനെ വേക്കൻസീസ് ഉണ്ട് എന്ന് അറിയുമ്പോൾ കൂടുതൽ ആളുകൾ ആ ഒരു ജോലി കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻ അയക്കും. പക്ഷെ ചില ഓർഗനൈസേഷനിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞാലും ചിലപ്പോഴൊക്കെ വരുന്ന ആപ്ലിക്കേഷൻസിന്റെ എണ്ണമൊക്കെ വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. മനസ്സിലായി? കാരണം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം. ആ ഒരു ഫേമിന്റെ, ആ ഒരു ഓർഗനൈസേഷന്റെ ചിലപ്പോ സൽപ്പേര്, അല്ലെങ്കിൽ അവിടുത്തെ ചില പ്രത്യേകതകൾ, ചില ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ അവിടുത്തെ പ്രോഫിറ്റബിലിറ്റി, അവിടുത്തെ കസ്റ്റമേഴ്സിനോടുള്ള ബിഹേവിയർ, അല്ലെങ്കിൽ അവിടെ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ്, മെനി ഫാക്ടേഴ്സ്, ഒത്തിരി ഘടകങ്ങളുണ്ട്. അപ്പൊ അത്തരം ഘടകങ്ങളൊക്കെ ഒരുപാട് എംപ്ലോയീസിനെ അല്ലെങ്കിൽ ആപ്ലിക്കൻസിനെ ആ ഓർഗനൈസേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അട്രാക്ട് ചെയ്യാം. അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അതുകൂടിയാണ്. ഇറ്റ്സ് കൺസിഡേർഡ് ആസ് ദ അട്രാക്ടിങ് ഓഫ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കഴിവുള്ള എംപ്ലോയീസിനെ, വെറുതെ കുറെ ചവറ് പോലെ ഉള്ള എംപ്ലോയീസിനെ കിട്ടുക എന്നുള്ളതല്ല, നല്ല കഴിവുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ജോബ് റിക്വയർമെന്റ്സിന് നമ്മൾ എന്ത് ജോലിയാണ് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ജോലിയുടെ ആവശ്യകത നിറവേറ്റി തരാൻ കഴിവുള്ള ബെസ്റ്റ്, വളരെ നല്ല ആളുകളെ ആണ് നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക, കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക. അല്ലാതെ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ആരെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി, അങ്ങനെയല്ല. നമുക്ക് ഒരു ഓർഗനൈസേഷന്റെ വളർച്ചയുടെ, ഗ്രോത്തിന്റെ, ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് അവിടുത്തെ മാൻ പവർ, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു അട്രാക്ട് മോർ പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ആൻഡ് ഓൾസോ എൻകറേജ് ദം ടു അപ്ലൈ ഫോർ ദാറ്റ് വേക്കൻസി. അത്തരം വേക്കൻസീസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. അതും കൂടിയാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് എന്ന് മറ്റൊരു രീതിയിലും പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഡെഫിനിഷനും നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് റിക്രൂട്ട്മെന്റ്. അങ്ങനെയാണെങ്കിൽ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്ന് വെച്ചാൽ പേഴ്സണൽ, PERSONNEL, അതാണ് തൊഴിൽപരമായിട്ടുള്ള അറേഞ്ച്മെന്റുകളാണ്, മാനേജ്മെന്റുകളാണ്. ഇത് തൊഴിലാളികളെ ഇത് രണ്ടും എന്താ പറയാ, നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. തൊഴിലാളികളെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നമ്മൾ റിക്രൂട്ട് ചെയ്തില്ല എങ്കിൽ ഈവൻ ദ ബെസ്റ്റ് പ്ലാൻ ഓഫ് ദ ഓർഗനൈസേഷൻ and also their control system will not function good എന്ന് പറഞ്ഞേക്കണേ. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് എന്താ പറയാ, റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസ് തെറ്റായി പോയി, ഇതല്ലായിരുന്നു, ഇങ്ങനെയുള്ള എംപ്ലോയീസിനെ അല്ലായിരുന്നു നമുക്ക് വേണ്ടത്, നമ്മളുടെ ആ തെരഞ്ഞെടുപ്പ് രീതി അത്ര അങ്ങോട്ട് കറക്റ്റ് ആയില്ല, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എംപ്ലോയീസിനെ, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിനെ തന്നെ തെരഞ്ഞെടുക്കണം. അപ്പൊ ഒരുപാട് പേര് അപ്ലൈ ചെയ്താൽ നല്ല ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ വളരെ കുറച്ച് പേര് മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ. അപ്പൊ നമുക്ക് ആ ഉള്ളതിൽ നിന്നും സെലക്ഷൻ നടത്തേണ്ടി വരും. ചിലപ്പോ അവിടെ അത്രയും നല്ല കഴിവുള്ള എംപ്ലോയീസ് അതിനകത്ത് പെട്ടിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതുകൊണ്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ ആ ഒരു പോസ്റ്റിലേക്ക്, ആ വേക്കൻസീസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക, അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലാണ് ഒരുപാട് എണ്ണത്തിൽ നിന്ന്, ഇപ്പൊ ഒരു പോസ്റ്റ്, ഒരാളുടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു, അത് അഡ്വർടൈസ് ചെയ്തു, ഒരു വേക്കൻസി ഉണ്ട് ഇന്ന പൊസിഷനിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്വർടൈസ് ചെയ്തു. സോ ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഒരു 100 ആപ്ലിക്കേഷൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 100 പേരുടെ ആപ്ലിക്കേഷൻസ് നോക്കിയിട്ട് അതിൽ നിന്നും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള
ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിവുള്ളവരെ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ അവരുടെ ബയോഡാറ്റയിൽ റെസ്യൂമേലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിനൊക്കെ നമുക്ക് പല മാനദണ്ഡങ്ങളിലുള്ള നമുക്ക് അവരെ സെലക്ട് ചെയ്യാൻ പറ്റും, കുറെ ഉണ്ടെങ്കിൽ. അതേസമയം ഒരു എന്താ പറയാ വേക്കൻസി ഉണ്ടായിരുന്നു, 2 or 3 പേര് അപ്ലൈ ചെയ്തു വിചാരിക്കാം. അപ്പൊ ഈ 3 പേരിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാ പറയുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷന് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, തൊഴിലാളികളെ മാനേജ് ചെയ്യുക എന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ ഹയർ ചെയ്തിരിക്കുന്ന, നമ്മൾ എന്താ പറയാ ജോലിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ആളുകള് അത് തെറ്റായി പോയി എന്ന് തോന്നും. കാരണം അത് ചിലപ്പോഴൊക്കെ എന്താ പറയാ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. മനസ്സിലായോ? ഗുണമായിരിക്കില്ല അതുകൊണ്ട് ഉണ്ടാകുക. നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ ആ സെലക്ഷൻ നടത്തിയത് മോശമായി പോയി, അത്രയും നല്ല ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫെയിൽ ആയിപ്പോയി. അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷന്റെ ചാർട്ടും കൺട്രോൾ സിസ്റ്റം ഒക്കെ ആകെ എന്താകും, അവതാളത്തിലാകും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് അത് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നടത്തുന്നത് റിക്രൂട്ട്മെന്റിലൂടെയാണ്. അപ്പൊ ആ റിക്രൂട്ട്മെന്റില് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ടു പെർസ്വാഡ് ദ കാൻഡിഡേറ്റ്സ് ടു അപ്ലൈ ഫോർ ദ ജോബ്. മറ്റ് കാൻഡിഡേറ്റ്സിനെ കൂടുതൽ പ്രചോദിപ്പിക്കുക ആ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെ ദേ ക്യാൻ ഇംപ്രൂവ്. അപ്പൊ ഇങ്ങനെ കൂടുതൽ എംപ്ലോയീസ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് എൻഹാൻസസ്, ഇറ്റ് ഇംപ്രൂവ്സ് ദ ഹയറിംഗ് റേഷ്യോ. നമുക്ക് ഹയർ ചെയ്യാനുള്ള റേഷ്യോ കൊണ്ട് വർദ്ധിക്കും. ആ ഒരു പ്രൊപ്പോർഷൻ, ആ ഒരു അംശബന്ധം എന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു പോസ്റ്റില് ഇപ്പൊ നിങ്ങൾ വീണ്ടും ഒരു എക്സാമ്പിൾ പറയാം, ഒരു 10 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ജസ്റ്റ് ഇമാജിൻ ഒരു 10 വേക്കൻസി ഉണ്ട് എന്ന് വിചാരിക്കാം. 10 വേക്കൻസിയിൽ ചിലപ്പോൾ ഒരു 100 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യും. 10 വേക്കൻസിയാണ് ഉള്ളത് ഒരു ഓർഗനൈസേഷനിൽ. അവിടെയൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഒരു 10 വേക്കൻസി ഉണ്ട്. അപ്പൊ ആ ഒരു പോസ്റ്റുകളിലേക്ക് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ആഡുകൾ കിട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുന്ന ആളുകൾ ദേ വിൽ അപ്ലൈ ഫോർ ദാറ്റ് പോസ്റ്റ്. ഒരു അപ്ലൈ ചെയ്യും. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്നതോ വേറെ ആൾ അപ്ലൈ ചെയ്യുന്നതോ നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ചിലപ്പോ ആ 10 പോസ്റ്റിലേക്ക് ചിലപ്പോ ഒരു 100 or 1000 ഒക്കെ ആപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കൂടുമ്പോൾ നമുക്ക് ഹയർ ചെയ്യാനുള്ള റേഷ്യോ ആണ് അവിടെ വർദ്ധിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ 10 വേക്കൻസി ഉള്ളൂ, 100 ആപ്ലിക്കേഷൻ കിട്ടി. അപ്പൊ നമ്മൾ ആ ഒരു റേഷ്യോ ഒന്ന് നോക്കുകയാണെങ്കിൽ 10:100, അല്ലെങ്കിൽ വേറെ രീതിയിൽ അതിനെ കൂടി സിംപ്ലിഫൈ ചെയ്താൽ 1:10. കണ്ടോ? ഒരു വേക്കൻസിയിൽ 10 ആളുകളെ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ഒരു വേക്കൻസി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലെ വേക്കൻസി ഫിൽ ചെയ്യാൻ 10 ആളുകൾ നമുക്ക് മുമ്പിലുണ്ട്. ആ 10 പേരിൽ നിന്ന് ഒരാളെ നമുക്ക് ചൂസ് ചെയ്യാം. മനസ്സിലായി? അതേസമയം ഇത് കൂടുതൽ ആളുകളെ നമ്മൾ പെർസ്വേഡ് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ എംപ്ലോയീസിനെ കാൻഡിഡേറ്റ്സ് നമ്മൾ എന്താ പറയാ അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റേഷ്യോ കൂടും. അതനുസരിച്ച് 10 പോസ്റ്റിലേക്ക് ചിലപ്പോൾ 1000 ആപ്ലിക്കേഷൻസ് കിട്ടാം. അല്ലെ? നമ്മൾ PSC എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാറില്ലേ? ചിലപ്പോ നമ്മൾ ഈ പറയുന്ന തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, അല്ലെങ്കിൽ ഇപ്പൊ 1 time രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഇന്ന പോസ്റ്റിൽ ഒഴിവുകൾ ഉണ്ടെന്ന് നമുക്ക് വരും. അപ്പൊ നോട്ടിഫിക്കേഷൻ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. അവർക്ക് അതിനുള്ള എലിജിബിലിറ്റി, അവരുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യും. നോക്കിയേ, ഒരു 5 പോസ്റ്റ് ഒക്കെ 5 കാറ്റഗറിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വേക്കൻസി ഉണ്ടാകണേ. എന്നിട്ട് 5 ലക്ഷം പേരായിരിക്കും ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. റൈറ്റ്? ശരിയല്ലേ? ആണോ? എത്ര പേരാ നമ്മളുടെ കൂടെ പരീക്ഷയ്ക്ക് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ PSC എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്? അങ്ങനെ പോകാറുണ്ടോ നിങ്ങള്? ഇതൊക്കെ അല്ലേ ശരിയല്ലേ പറയുന്നത്? അതാണ് പറഞ്ഞത്. അപ്പൊ അതിലേക്ക് ഗവൺമെന്റിന്റെ ആകുമ്പോൾ കൂടുതൽ ആളുകൾ അതിനകത്ത് അപ്ലൈ ചെയ്യും. അല്ലെ? പ്രൈവറ്റ് ആയിട്ടുള്ളത് നമുക്ക് അഡ്വർടൈസ്മെന്റിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. മറ്റേത് PSC വിജ്ഞാപനത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് ഇപ്പൊ 10 വേക്കൻസിയിൽ 1000 പേരാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ റേഷ്യോ എന്തായി? 1:100. ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാം 100 പേരിൽ നിന്ന്. 1:100 ആണ്. അപ്പൊ സെലക്ട് ചെയ്യാനുള്ള, ഹയറിംഗ് ചെയ്യാനുള്ള റേഷ്യോ ഇൻക്രീസ് ചെയ്തു. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ഹയറിംഗ് റേഷ്യോ എന്ന് വിളിക്കുക. അപ്പൊ കൂടുതൽ ആളുകളെ, കാൻഡിഡേറ്റ്സിനെ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റിന്റെ അല്ലെങ്കിൽ എന്താ പറയാ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് തൊഴിലാളികളെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ എന്ത് പറ്റും? ആളുകളുടെ എണ്ണം കുറയും തോറും, അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയും തോറും നമുക്ക് നല്ല എംപ്ലോയീസിനെ കണ്ടെത്താനുള്ള ചാൻസ് ആണ് അവിടെ കുറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ അല്ലേ ആ സെന്റൻസുകള്? ക്ലിയർ ആയോ? ക്ലിയർ? വേഗം റിപ്ലൈ തരൂ. ഓക്കെ. സോ
അപ്പോ ഈ സെലക്ഷൻസ് നമുക്ക് കൂടുതൽ എംപ്ലോയീസിനെ നല്ല എംപ്ലോയീസിനെ ചൂസ് ചെയ്യാനുള്ള ആ ഒരു ചാൻസസ് പോസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ ഹയറിംഗ് റേഷ്യോ കൂടുതലാവുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള നല്ല എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് അവിടെ പോസിറ്റീവ് ആകുകയാണ് ചെയ്യാം. അതേസമയം നെഗറ്റീവ് ആകും എങ്ങനെയാണെങ്കിൽ അപ്ലൈഡ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു എണ്ണം കുറവാണെങ്കിൽ, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ലെസ്, കുറഞ്ഞു വരുന്ന ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ സെലക്ഷൻ ചിലപ്പോഴൊക്കെ അത് മോശമായിട്ട് പോകാനും സാധ്യതയുണ്ട്. കാരണം എന്താ, ഈ അപ്ലൈ ചെയ്തവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഉള്ളവരിൽ നിന്ന് നല്ലവരെ തെരഞ്ഞെടുക്കും. പക്ഷെ അവർക്ക് തന്നെ എത്രയും നല്ല പൊട്ടൻഷ്യൽസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വളരെ കുറച്ചു പേരെ അപ്ലൈ ചെയ്തുള്ളൂ. ആ കുറച്ചു പേര് അപ്ലൈ ചെയ്തവരിൽ നിന്നാണ് നമുക്ക് സെലക്ഷൻസ് നടത്താനുള്ള ചാൻസ് ഉള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബാക്കി ഇപ്പൊ നമുക്ക് വേണ്ട 10 വേക്കൻസിയാണ് ഫിൽ ചെയ്യാനുള്ളത്. അപ്പൊ 1000 പേര് നമുക്ക് ആപ്ലിക്കേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 10 പേരെ എടുത്തിട്ട് ബാക്കി 990യും 990 ആപ്ലിക്കൻസിനെ നമ്മൾ ലീവ് ചെയ്തു. കാരണം എന്താ, അത്രയും കൂടുതൽ പേരെ നമുക്ക് എന്താ പറയാ എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് വേക്കൻസി ഉള്ളിടത്തെ ആളുകളെ ആവശ്യമുള്ളൂ. അല്ലാതെ ഈ 1000 പേര് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് 1000 പേർക്ക് കൂടെ ജോലി കൊടുക്കാൻ പറ്റില്ലല്ലോ. അതാണ്. ഓക്കെ, അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അതത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ. അതിനകത്ത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ. ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. റിക്രൂട്ട്മെന്റ് ഹാസ് ബീൻ കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്യാം. ഇനി വീണ്ടും അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുള്ളത്, റിക്രൂട്ട്മെന്റ് ഈസ് ഓഫൺ ടേംഡ് പോസിറ്റീവ്. ഇറ്റ് എന്നുള്ളത് അവിടെ റിക്രൂട്ട്മെന്റ് എന്ന് ചേർത്ത് വായിക്കണം. അതിന്റെ എന്താ പറയാ സെന്റൻസ് അവസാനിക്കുന്നത് എൻഹാൻസ് ദ ഹയറിംഗ് റേഷ്യോ, അവിടെ വരെ മതി. ഇറ്റ് ഈസ് ഓഫൺ അല്ല, റിക്രൂട്ട്മെന്റ് ഈസ് ഓഫൺ ടേംഡ് പോസിറ്റീവ് ദാറ്റ് ഇറ്റ് പെർസ്വേഡ്സ് പീപ്പിൾ ടു അപ്ലൈ ഫോർ ജോബ്സ് ടു എൻഹാൻസ് ദ ഹയറിംഗ് റേഷ്യോ. പോസിറ്റീവ് ആണെങ്കിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യാൻ, ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത കൂടും. അപ്പൊ അതനുസരിച്ച് ഹയറിംഗ് റേഷ്യോ കൂടും. അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. ഇനി നമ്മുടെ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തേത്, അതായത് നമ്മുടെ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളാണ്, റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. ഒന്നാമത്തേത് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇഫ് ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് ബിഗ്, the number of recruitment also will be large. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്, ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. വലിയ ബിസിനസ് ഓർഗനൈസേഷൻസ് ആകുമ്പോൾ കൂടുതൽ റിക്രൂട്ട്മെന്റ് സ്വാഭാവികമായിട്ട് നടക്കും, ഇല്ലേ? ഓർഗനൈസേഷന് വലുപ്പം അനുസരിച്ച് ജോലിക്ക് എടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ക്ലിയർ ആയോ? സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇസ് ദ ഫസ്റ്റ് ഫാക്ടർ അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. And same thing, അതുപോലെ തന്നെ conditions of the employment in the community where the organization is located. ഇനി മറ്റൊന്ന് എന്താണെന്ന് അറിയാമോ? രണ്ടാമതൊരു ഫാക്ടർ എന്ന് പറയുന്നത്, അതായത് ആ എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻസ്. അതായത് ചില പ്രദേശങ്ങളിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിന് ചില പ്രധാനപ്പെട്ട വ്യവസ്ഥകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലും എന്താ പറയാ നമ്മളുടെ റിക്രൂട്ട്മെന്റ് എഫക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ദ പ്ലേസ് വേർ ദ organization is located and the conditions of that particular location. അതായത് ചില പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ റിക്രൂട്ട്മെന്റ് ബാധിക്കുന്നുണ്ട്. അതിന് ചില വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ ചില ബിസിനസ് ഓർഗനൈസേഷനിൽ വേക്കൻസീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിജ്ഞാപനങ്ങൾ നടത്തുമല്ലോ, ആഡ് കൊടുക്കുമല്ലോ. ഈ ആഡിനകത്ത് എവിടെയെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ഇങ്ങനെ എഴുതി വെക്കും, എന്താ പറയാ, നിയറസ്റ്റ് പീപ്പിൾ പ്രിഫറബിൾ, അല്ലെങ്കിൽ ദ പീപ്പിൾ ദോസ് ഹു ആർ അറൌണ്ട് 5 kilometers പ്രിഫറബിൾ. അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. ഇതുപോലെ പല കണ്ടീഷൻസും ഉണ്ടായിരുന്നു. അത് തന്നെ ഈ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെയാണ് കൂടുതൽ നമ്മൾ മുൻഗണന നൽകുന്നത്. അതാണ് ആ പർട്ടിക്കുലർ ലൊക്കേഷനെ ബാധിക്കുന്ന രീതിയിൽ. അപ്പൊ അതും മറ്റൊരു ഘടകമാണ്. ഏതിന്റെ? നമ്മുടെ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് വേർ ദ ലൊക്കേഷൻ ഈസ് വേർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ്. അത്രയും മതി. എന്റെ ഇടയിൽ ഇൻ ദ കമ്മ്യൂണിറ്റി അതൊന്നും വേണമെന്നില്ല. എംപ്ലോയ്മെന്റിന്റെ വ്യവസ്ഥകൾ പ്രകാരം എവിടെയാണോ നമ്മളുടെ ഓർഗനൈസേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത് അതിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലും റിക്രൂട്ട്മെന്റ് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ?
പറയേ. തേർഡ് വൺ, ഓക്കെ, ദ റിസൾട്ട് ഓഫ് പാസ്റ്റ് റിക്രൂട്ട്മെന്റ് എഫേർട്സ്. ഇനി അത് മൂന്നാമത്തെ പോയിന്റ് അതാണ്. അതായത് പാസ്റ്റ് റിക്രൂട്ട്മെന്റ് എഫേർട്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളില്, മുൻ വർഷങ്ങളില് എന്തൊക്കെ എന്താ പറയാ എഫേർട്ടുകൾ ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകൾ എടുത്തിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകളാണ് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് വേക്കൻസീസ് ഉണ്ടാകുമ്പോൾ ആ വേക്കൻസി ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടവര് ആര്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എത്രത്തോളം ഹൗ മച്ച് എഫേർട്ട് ദേ ഹാവ് ബീൻ ടേക്കൺ, എന്തോരം എഫേർട്ട് അവര് മുൻ കാലഘട്ടങ്ങളിൽ അവർ എടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? to keep the good performing people. ഏറ്റവും നല്ല ജോലിക്കാരെ തെരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ അവരെ നിലനിർത്താനും അവർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്, അതും ഇതൊരു ഘടകമാണ് റിക്രൂട്ട്മെന്റിന്റെ. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നല്ല ആളുകളെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തു, ആ ആളുകളെ നമ്മൾ എങ്ങും പോകാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലായ, അത് റിക്രൂട്ട്മെന്റിന്റെ ഒരു ഘടകമാണ്. അതല്ല വലിയ എഫേർട്ട് ഒന്നും എടുക്കുന്നില്ല, കുറെ പരസ്യം ചെയ്തു, കുറെ ആൾക്കാരെ അപ്ലൈ ചെയ്തു, അതിൽ നിന്ന് കുറച്ചുപേരെയൊക്കെ എന്തോ കാരണങ്ങൾ കൊണ്ടെടുത്തു, അത് ഏറ്റവും നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കൊണ്ടുവരണം എന്നില്ല. അപ്പൊ എത്ര കൂടുതൽ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ റിക്രൂട്ട്മെന്റുകളും കണ്ടക്ട് ചെയ്യുന്നത്, അതിന്റെ ബേസിസിൽ ആ ഓർഗനൈസേഷന് എന്തുണ്ടാകും? ഡെവലപ്മെന്റ് ഉണ്ടാകും. ആൻഡ് ഓൾസോ ദേ ക്യാൻ അച്ചീവ് ദെയർ ഗോൾസ് ഈസിലി. അവരുടെ അവർ ഉദ്ദേശിച്ചേക്കണ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ എളുപ്പം അവർക്ക് നേടിയെടുക്കാനും പറ്റും. മനസ്സിലായി? അപ്പൊ ദ എഫേർട്ട് which have been taken in the previous years, മുൻ കാലഘട്ടങ്ങളിൽ അവർ എത്രത്തോളം എഫേർട്ട് റിക്രൂട്ട്മെന്റിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ടു കീപ് ദ ഗുഡ് പെർഫോമിംഗ് പീപ്പിൾ, നന്നായി ജോലി ചെയ്യുന്നവരെ അവിടെ നിലനിർത്താൻ, വേണ്ടാത്തതിനെയൊക്കെ പറഞ്ഞുവിടാൻ, അല്ലെ? വളരെ എന്താ പറയാ അലസമായിട്ട് കുറെ ഐഡിയൽ ടൈമൊക്കെ വെറുതെ ഇരിക്കുന്ന സമയം പാഴാക്കുന്നു, അല്ലെ? എന്തിനോ വെറുതെ എന്താ പറയാ ഒരു കടമ എന്നതുപോലെ അത് ഇഷ്ടത്തോടെ ഒന്നും അല്ല ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടെത്താൻ സാധിച്ചാൽ അതൊക്കെ അതിനെയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് നല്ലവരെ മാത്രം നിലനിർത്താം. വൈ ഷുഡ് ദേ വേസ്റ്റ് മണി ബൈ പ്രൊവൈഡിങ് സാലറീസ് ആൻഡ് വേജസ് ടു സച്ച് ഐഡിൽ പീപ്പിൾ, അല്ലെ? വെറുതെ ഇരിക്കുന്ന, ജോലി ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്രയും ശമ്പളവും കൂലിയൊക്കെ കൊടുത്ത് വെറുതെ എന്തിനാ ആ പൈസ കൂടി ചെലവാക്കുന്ന, അല്ലെ? അതിന് പകരം എന്ത് ചെയ്യാം? നല്ലവരെ നിലനിർത്തുക, ബാക്കിയുള്ളതിനൊക്കെ കളയുക. അപ്പൊ അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട്. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് മനസ്സിലായോ? ഓൾറെഡി നമ്മളൊരു അവർ പോയിട്ടുണ്ട്, ഒന്ന് വേഗം റിയാക്ട് ചെയ്യണം. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? യെസ്. അടുത്തത് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ. ഇനി ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നല്ല ഫേവറബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, അനുകൂലമായിട്ടുള്ള ഒരു എന്താ പറയാ ജോലി സാഹചര്യങ്ങൾ എല്ലാ രീതിയിലും എന്താ പറയാ ജോലിക്കാരെ കംഫർട്ടബിൾ ആകുന്ന, അവരെ കൊണ്ട് എന്താ പറയാ പണി മാത്രം എടുപ്പിക്കുന്നു, അവർക്ക് വേണ്ടതായിട്ടുള്ള അവരുടെ ചെറിയ ചെറിയ അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോ ഓർഗനൈസേഷനിൽ. ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് ജോലി ചെയ്യണം, വളരെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ തന്നിട്ട് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതെ നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ, ഒരു നല്ല എന്താ പറയാ വർക്കിംഗ് കണ്ടീഷൻസിന് വേണ്ട അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും വർക്കേഴ്സിന് വേണം, ജോലിക്കാർക്ക് വേണം. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഓൾസോ ദ സാലറി, മറ്റ് ബെനിഫിറ്റ് പാക്കേജസ്, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ എന്തൊക്കെയാണോ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ദിസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ എംപ്ലോയീസ്. ഇതുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിനെ, പുതിയ കാൻഡിഡേറ്റ്സിനെയൊക്കെ അവിടേക്ക് കൂടുതൽ എന്താ പറയാ കൂടുതൽ അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റിനെ എളുപ്പം സാധ്യമാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഗുഡ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, സാലറി, മറ്റ് ബെനിഫിറ്റ് പാക്കേജസ് offered by the organization also influences such recruitment. ഇതൊക്കെ റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന ഒരു ഘടകങ്ങളാണ്. ക്ലിയർ ആയോ? കൂടുതൽ ബെനിഫിറ്റും കൂടുതൽ സാലറിയും ഒക്കെ ഓഫർ ചെയ്താൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും അപ്ലൈ ചെയ്യാൻ. റൈറ്റ്? ശരിയല്ലേ? അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ വളർച്ച. ഗ്രോത്ത് വിത്ത് റേറ്റ് എന്നാണ് നമ്മുടെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടിലുള്ളത്. ആ വിത്ത് അവിടെ ഇല്ല കേട്ടോ. ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷന്റെ വളർച്ച. ഓർഗനൈസേഷൻ വളരുന്നതനുസരിച്ച് കൂടുതൽ എംപ്ലോയീസിന് ജോലി കിട്ടും, അല്ലെ? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കില്ല, കുറെ വികസനങ്ങൾ കൊണ്ടുവരും. വികസനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഡെവലപ്മെന്റ് ഗ്രോത്ത് കൊണ്ടുവരുമ്പോൾ ദേ നീഡ്സ് മോർ എംപ്ലോയീസ്. ആ വികസനത്തിന്റെ ഭാഗമായിട്ട് പുതിയ എംപ്ലോയീസിനൊക്കെ ആവശ്യം വരും, അല്ലെ? അപ്പൊ ഗ്രോത്ത് റേറ്റ് ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ ആയോ? ഗ്രോത്ത് റേറ്റ് സിമ്പിൾ സെന്റൻസ് ആണ്. ഓക്കെ. Next one, the level of seasonality, operations and future expansion and protection programs. ഇനി എന്താ? സീസണൽ ഓപ്പറേഷൻസ്, പിന്നെ പുതിയ ഫ്യൂച്ചർ എക്സ്പാൻഷൻസ്,
പ്രോഗ്രാമുകളൊക്കെ പുതിയത് കൊണ്ടുവരുമ്പോ സീസണൽ ഓപ്പറേഷൻസ് വരുമ്പോ അപ്പോഴും കൂടുതൽ എംപ്ലോയീസിന് വേണ്ടി വരും. സീസണൽ ഓപ്പറേഷൻസ് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളുടെ ഓണം, ക്രിസ്തുമസ്, അതുപോലെ തന്നെ വിഷു, ഇങ്ങനെയുള്ള സീസണൽസ് ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോ എന്താണ് ചില ബിസിനസ് ഓർഗനൈസേഷനിൽ നമുക്ക് കാണാം അവിടെ ദേ നീഡ് മോർ എംപ്ലോയീസ് റാദർ ദാൻ കമ്പയർഡ് ടു പ്രീവിയസ് മന്ത്സ്. അതായത് മുൻ മാസങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആളുകളെ ഈ പറയുന്ന സീസണൽ ആയിട്ടുള്ള സമയത്ത് വേണ്ടി വരും. ഓണം സമയത്തൊക്കെ ജസ്റ്റ് ഇമാജിൻ, ഈ നമ്മുടെ ഓണം സമയത്ത് ഓണത്തിനൊക്കെ എല്ലാവരും ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഒരു ഉദാഹരണമാണ്. ടെക്സ്റ്റൈൽ ഷോപ്പ് സാധാരണഗതിയിൽ ഇപ്പൊ സാധാ ദിവസങ്ങളിൽ വലിയ ഫെസ്റ്റിവൽസ് ഒന്നുമില്ല എന്നെങ്കിൽ ആ ഒരു മാസങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ജനുവരി, ഫെബ്രുവരി മാസമൊക്കെ അങ്ങനെയുള്ള മാസങ്ങളൊക്കെ സാധാരണഗതിയിലുള്ള കസ്റ്റമേഴ്സെ ബിസിനസ് ഓർഗനൈസേഷനിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നവരോ അല്ലെങ്കിൽ വേറെ ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെ കയറി ഇറങ്ങി പോകുള്ളൂ. ഒരു ആവറേജ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. അതേസമയം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ക്രിസ്തുമസ് എടുക്കാൻ പോകുന്നു. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരു 20-20 തുടങ്ങി, അതൊന്നും വേണ്ട, ഇപ്പോഴേ തുടങ്ങിയൊക്കെ നമ്മള് ചില കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തിക്കുന്നെടുക്കാം കസ്റ്റമേഴ്സിനെ കൊണ്ട്. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് പോയി നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു പോരാനായിട്ട് ബുദ്ധിമുട്ട് തോന്നും. കാരണം കസ്റ്റമേഴ്സ് നിറച്ചുമാണ്. അവര് കാലത്തുടങ്ങി കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്ത് വൈകുന്നേരമായിരിക്കും ഈ ജോലിക്കാരൊക്കെ തളരും. കാരണം എടുത്ത് കാണിച്ചു, മടക്കി വെക്കുന്നു, വീണ്ടും വിടുന്നു, വീണ്ടും മടക്കുന്നു അല്ലെ, ഈ കാര്യമുള്ള ചെയ്യണേ. അപ്പൊ ഈ സമയങ്ങളിൽ എക്സ്ട്രാ എംപ്ലോയീസിന് അവിടെ ആവശ്യം വരും. നമ്മൾ കണ്ടിട്ടുണ്ടാവും അത്തരം സീസൺസിൽ കൂടുതൽ എംപ്ലോയീസിനെ അവര് പാർട്ട് ടൈം ആയിട്ട് ഇപ്പൊ ഇത്ര മണി 5 മണിക്ക് ശേഷമൊക്കെ 10 മണി വരെയൊക്കെ നിൽക്കാൻ പറ്റിയ ആളുകളൊക്കെ അവർ അന്വേഷിക്കും അല്ലെ. അപ്പൊ അതൊക്കെ സീസണൽ ഓപ്പറേഷൻസിലൊക്കെ കൂടുതൽ എംപ്ലോയീസിനെ ആവശ്യമുണ്ട്. അതും റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കൾച്ചറൽ, ഇക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെന്റുകൾ നടത്തുമ്പോൾ അതിൻ്റെതായ സംസ്കാരം, അതിന്റെ സാമ്പത്തിക അതുപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള വശങ്ങൾ, ഇതിനെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും റിക്രൂട്ട്മെന്റുകൾ നടത്തുക. അതും മറ്റൊരു ഫാക്ടറാണ്. മനസ്സിലായോ? കൾച്ചറൽ, ഇപ്പൊ ചില ബിസിനസ് ഓർഗനൈസേഷനിൽ ചില ആളുകളെ നിയമിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ആ കൾച്ചറൊക്കെ നോക്കിയിട്ടാണ്, അപ്പൊ സംസ്കാരമൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക നിയമിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഇക്കണോമിക്കൽ ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ് ഓൾസോ ഈസ് കൺസിഡർഡ് ആസ് ദ ഫാക്ടേഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഈ ഫാക്ടേഴ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഞാൻ പറയുന്ന അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് അങ്ങനെ തന്നെ വേണം, സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒന്നാമത്തേത് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. രണ്ടാമത്തേത് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ഇൻ ദ കമ്മ്യൂണിറ്റി ഇത് വേണ്ട, ബാക്കി ഭാഗം വേർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ്. വേർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ്. രണ്ടാമത്തെ പോയിന്റിൽ അത്ര ഇൻ ദ കമ്മ്യൂണിറ്റി എന്നുള്ളത് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. ദെൻ തേർഡ് പോയിന്റിൽ ദ റിസൾട്ട് ഓഫ് പാസ്റ്റ് റിക്രൂട്ടിംഗ് എഫേർട്സ്, അത്ര മതി. ദ റിസൾട്ട് ഓഫ് പാസ്റ്റ് റിക്രൂട്ടിംഗ് എഫേർട്സ്. അടുത്തത് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, സാലറി, ബെനിഫിറ്റ് പാക്കേജസ് offered by the organization. അത്രയും മതി. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, സാലറി, ബെനിഫിറ്റ് പാക്കേജസ് എക്സെട്ര offered by the organization. നെക്സ്റ്റ് പോയിന്റിൽ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഗ്രോത്ത് റേറ്റ്, ഗ്രോത്ത് വിത്ത് ഇല്ല കേട്ടോ, വിത്ത് കളഞ്ഞേക്കാം. അടുത്തത് ലെവൽ ഓഫ് സീസണാലിറ്റി ഓപ്പറേഷൻസ് ആൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പ്രോഗ്രാം. പ്രോഗ്രാമേഴ്സ് ഇല്ല കേട്ടോ, പ്രോഗ്രാം എന്നുള്ളൂ. അത് ഫുള്ളുണ്ട്. ലാസ്റ്റത്തെ പോയിന്റും ഫുള്ളുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഒന്ന് വായിച്ചു നോക്കാമോ വേഗം ആ പോയിന്റുകള്?
വായിച്ചു കഴിഞ്ഞല്ലോ. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്. അടുത്തത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് ആണ് കേട്ടോ. യെസ്, അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എളുപ്പമെന്നാണ്. എളുപ്പം നമുക്ക് എന്താ പറയാ, കുറെ പരസ്യം ചെയ്യുന്നു, ആ പരസ്യം ചെയ്ത് കഴിയുമ്പോൾ കുറെ ആപ്ലിക്കേഷൻസ് വരും, പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്താമെന്ന്. പക്ഷെ അതൊക്കെ എന്താ പറയാ എളുപ്പം എന്നുള്ള കാര്യങ്ങളല്ല. അതിനകത്ത് ഒരുപാട് സ്റ്റെപ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ഫസ്റ്റ് വൺ ആണ്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ആദ്യത്തേതാണ് റിക്രൂട്ട്മെന്റ് പോളിസി. ഒരു റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. അതായത് എങ്ങനെയാണ് നമ്മൾ എന്താ പറയാ ഹയർ ചെയ്യുന്നത്. ഹയർ ചെയ്യാൻ മീൻസ് നമുക്ക് വേണ്ട എംപ്ലോയീസിനെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ എങ്ങനെ എടുക്കുന്നു, എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള ഒരു ഡിക്ലറേഷൻ, അതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? അപ്പൊ എങ്ങനെ നമുക്ക് പുതിയ എംപ്ലോയീസിനെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡിക്ലറേഷൻ, ദാറ്റ് ഈസ് കോൾഡ് റിക്രൂട്ട്മെന്റ് പോളിസി. അത് എന്താ പറയാ ഓർഗനൈസേഷനില് നമ്മളുടെ ചിലപ്പോഴൊക്കെ അവര് ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത്. ചിലപ്പോൾ വിതിൻ ദ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനകത്ത് തന്നെ ഉള്ള എംപ്ലോയീസിനെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എവിടെയൊക്കെയാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. ആ ഗ്യാപ്പുകൾ വേക്കൻസീസ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ പറ്റും. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് അവർ ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം അതിന്. അപ്പൊ അതിനുള്ള ഒരു ഡിക്ലറേഷൻ ആണ്. അവിടെയുള്ളവരെ, നിലവിലുള്ളവരെ തന്നെ നമുക്ക് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ട് ആ ഒരു എംപ്ലോയീസിനെ നമുക്ക് ഹയർ ചെയ്യാണ് വേണ്ടത്, അതല്ലെങ്കിൽ വേറെ രീതിയിലാണോ, അതാണ് അവരുടെ പ്ലാൻ എന്താണ്, ദാറ്റ് ഈസ് കോൾഡ് റിക്രൂട്ട്മെന്റ് പോളിസി. ഈ പറയുന്ന പോളിസി അല്ലെങ്കിൽ ഈ പ്രോഗ്രാം അവർ നടത്തുമ്പോൾ ദേ ഹാവ് ടു കീപ് ഇൻ മൈൻഡ് സം ജനറൽ പ്രിൻസിപ്പിൾസ്. അതിനവര് പ്രധാനമായിട്ടും ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ചില പൊതുവായ ചില തത്വങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഏത് രീതിയിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യണം എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് പോളിസി. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് കൺസിഡർ ചെയ്യേണ്ട ചില ജനറൽ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഈ ജനറൽ പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലായിരിക്കണം റിക്രൂട്ട്മെന്റ് പോളിസി അവര് ഫ്രെയിം ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് സീ എന്താണ് പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തെ, ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് ഫോർ ജോബ്. ജോലിക്ക് വേണ്ടവരെ, ആ ജോലിക്ക് വേണ്ട ആളുകൾ ആരൊക്കെയാണോ അവരെ നല്ല രീതിയിൽ ഏറ്റവും നല്ല ആളുകളെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ തന്നെ സെലക്ട് ചെയ്യുക, എംപ്ലോയ് ചെയ്യുക. മനസ്സിലായി? ഏറ്റവും നല്ല ആളുകളെ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ പിന്നീട് എന്താ പറയാ നമ്മള് ദുഃഖിക്കാനായിട്ട് വരരുത്, നമ്മുടെ സെലക്ഷൻ മോശമായി പോയി എന്ന്, അല്ലെ? പിന്നീട് ഒരു ഇത് വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നിലവിൽ നമുക്കുള്ള ആപ്ലിക്കേഷൻസിൽ നിന്ന് ടു സെലക്ട് ദ ക്വാളിഫൈഡ് പേഴ്സൺസ്, ബെസ്റ്റ് പേഴ്സൺസ് ആൻഡ് ടു എംപ്ലോയ് ദം. അതാണ് അവരെ അങ്ങനെയുള്ളവരെ എടുത്ത് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ജോലി കൊടുക്കുക. ഓക്കെ. ആൻഡ് അടുത്ത പ്രിൻസിപ്പിൾ, ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഫോർ ദോസ് ഹയർഡ്. നമ്മളിങ്ങനെ ഹയർ ചെയ്ത ആളുകളിൽ നിന്ന് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ജോലികൾ അത് ഏറ്റവും നല്ല രീതിയിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് എന്തിലാണ് എന്താ പറയാ ഉറപ്പുള്ളത്, എനിക്ക് ഇന്ന ജോലി ചെയ്യാനാണ് ഞാൻ കോൺഫിഡന്റ്, അങ്ങനെയുള്ള ജോലി അവരെ ഏൽപ്പിക്കുക. അവർക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന ഇന്ന ജോലി ചെയ്താൽ ഞാൻ വളരെ ഭംഗിയായി ചെയ്യും, അത്രയും ബെസ്റ്റ് ആൻഡ് പ്രോമിസിങ് ആയിട്ടുള്ള ആളുകൾക്ക് അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുക, എംപ്ലോയ് ചെയ്യിക്കുക. ഹയർ ചെയ്തവരിൽ നിന്ന്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ ഓർഗനൈസേഷനിൽ ഇന്ന ജോലി, ഇപ്പൊ അക്കൗണ്ട് സെക്ഷനിൽ ഇരുന്ന് നന്നായി ചെയ്യാനാണ് ആൾക്ക് പറ്റുന്നത്, ആൾക്ക് ആ ജോലി കൊടുക്കുക. അല്ലാതെ ആളെ കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും ജോലിയിലല്ല കൊണ്ടുപോയി ഇടേണ്ടത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഹയർ ചെയ്ത ആളുകളെ, സെലക്ട് ചെയ്ത ആളുകളെ നമുക്ക് നല്ല ബെസ്റ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ള ജോലി അങ്ങോട്ട് എംപ്ലോയ് ചെയ്യിപ്പിക്കുക. That is the second principle. അടുത്തത്, to offer favorable opportunities for lifetime working careers. ഇനി വർക്കിംഗ് കരിയേഴ്സിൽ അവർക്ക്, വർക്കിംഗ് കരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കരിയർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആ കാലയളവാണ്. ആ കരിയറിൽ അവർക്ക് ആ നിൽക്കുന്നിടത്തോളം കാലഘട്ടത്തിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, നല്ല ഫേവറബിൾ ആയിട്ടുള്ള അവസരങ്ങൾ, അവർക്ക് ചിലപ്പോൾ പ്രൊമോഷനുള്ള അവസരങ്ങളായിരിക്കാം, ബെറ്റർമെന്റിന്, നല്ല നിലനിൽപ്പിന്, അവരുടെ പേഴ്സണൽ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്ന മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ അവർക്ക് മാറാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സമയത്ത് അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ കാലം ആ ബിസിനസ് ഓർഗനൈസേഷനിൽ തന്നെ നിൽക്കാൻ പറ്റും. അവരുടെ ലൈഫ് ടൈം വർക്കിംഗ് കരിയർ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യും.
And the last one, provide programs and facilities for personal growth in the job. ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ആൾക്ക് വളരാൻ സഹായിക്കുന്ന പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രോഗ്രാമുകളും ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് ഒരു എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യമല്ല, എല്ലാ എംപ്ലോയീസിനും. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന എംപ്ലോയീസ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസ് ബെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കുക. ഓരോ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെയും നമ്മൾ ഹയർ ചെയ്യുമ്പോൾ അവർക്ക് ബെസ്റ്റ് പ്രോമിസിംഗ് ജോബുകൾ തന്നെ കൊടുക്കുക. അതിനുശേഷം അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അവരുടെ വർക്ക് ലൈഫ്, വർക്കിംഗ് കരിയർ ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഇത് എല്ലാം കൊടുത്തതിന് ശേഷം അവർക്ക് വേണ്ട പേഴ്സണൽ ഗ്രോത്തിന്, എന്താ പറയാ, വ്യക്തിത്വ വളർച്ചയ്ക്ക് വേണ്ട പ്രോഗ്രാമുകളും ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്യുക. These are the principles. അതായത് റിക്രൂട്ട്മെന്റ് പോളിസി ബേസ് ചെയ്തിരിക്കുന്ന 4 പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയ 4 പോയിന്റ്. ഈ 4 പോയിന്റ് ഫസ്റ്റ് സെന്റൻസിൽ മാത്രമേ നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ആവശ്യമുള്ളൂ. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം, 4 പോയിന്റുകളും അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് ആൻഡ് 4 പോയിന്റ്സ്. പ്രിൻസിപ്പിൾസ് ഏത് പ്രിൻസിപ്പിൾസിലാണ് റിക്രൂട്ട്മെന്റ് പോളിസി ബേസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ 4 പോയിന്റും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ആണ് അടുത്തത്. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ മീൻസ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകളാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ എനി പ്രൊസീജിയർ ഫോർ ഹയറിംഗ് ന്യൂ സ്റ്റാഫ്. ഓരോ പുതിയ എംപ്ലോയീസിനെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ നമ്മൾ പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ ജനറൽ ആയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്നും ഇല്ല. ഏത് ബിസിനസ് ഓർഗനൈസേഷനും അങ്ങനെ ഇല്ല. But it have its own customized പ്രോഗ്രാംസ്. അവർക്ക് അവരുടേതായ രീതിയിൽ ഏത് രീതിയിലാണോ റിക്രൂട്ട്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു കസ്റ്റമൈസേഷൻ കൊടുക്കാം. സ്വന്തം രീതിയിൽ ഏത് രീതിയിലാണോ എനിക്ക് ഈ രീതിയിലാണ് നമ്മുടെ ഓർഗനൈസേഷന് പുതിയ റിക്രൂട്ട്മെന്റ് നടത്താൻ പറ്റുന്നത് ആ രീതി. അപ്പൊ അവരവർക്ക് അവരവരുടേതായ കസ്റ്റമൈസ്ഡ് രീതി അവലംബിക്കാം റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ പക്ഷെ ഇത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു ജനറൽ ആയിട്ട് ഒരു കോമൺ ആയിട്ടൊരു പ്രൊസീജിയർ ഇല്ല. They have their own customized procedure. എല്ലാ ഓർഗനൈസേഷനും അവരവരുടേതായ രീതിയിൽ റിക്രൂട്ട്മെന്റുകൾ നടത്താം, റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യാം. പക്ഷെ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ആ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്ത്? ഡിസയേർഡ് ക്വാണ്ടിറ്റി, എത്ര ആൾക്കാരെ വേണം. ഡിസയേർഡ് ക്വാളിറ്റി, എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് വേണ്ടത്. അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്. ഇവരെയൊക്കെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ മിനിമം പോസിബിൾ കോസ്റ്റിൽ ഹയർ ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഈ 3 ഫാക്ടേഴ്സ്, ഈ 3 ഘടകങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻ ക്യാൻ കസ്റ്റമൈസ് ദെയർ ഓൺ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ സ്മാർട്ട് ശ്രീയിൽ ഏത് രീതിയിലാണ് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ നടത്തുന്നത് അതേപോലെ ആയിരിക്കില്ല വേറെ ബിസിനസ് ഓർഗനൈസേഷനിൽ. മനസ്സിലായോ? എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യാം. എല്ലാവർക്കും അവരവരുടേതായ കസ്റ്റമൈസ്ഡ് രീതിയിൽ അവർക്ക് ചെയ്യാം. പക്ഷെ ഇത്തരം കാര്യങ്ങൾ കുറച്ച് മനസ്സിലായി ഓർക്കണം. ക്വാണ്ടിറ്റി, എത്ര ആളുകളെ വേണം. ക്വാളിറ്റി, എങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെയാണ് വേണ്ടത്. ആൻഡ് മിനിമം പോസിബിൾ കോസ്റ്റ്. എന്താണെന്ന് മനസ്സിലായോ? മിനിമം പോസിബിൾ കോസ്റ്റ്. കൂടുതൽ സാലറി ഓഫർ ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാർ വരും ജോലിക്കായിട്ട് അപ്ലിക്കേഷൻ തന്ന് ഇത്ര രൂപയാണ് സാലറി എന്ന് ക്ലിയർ കട്ടായിട്ട് നമ്മൾ എഴുതുമ്പോ അത് അവര് തോന്നുകയാണ് എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്ക് പ്രതീക്ഷിക്കാവുന്ന നല്ല സാലറിയാണ്. അപ്പൊ അതനുസരിച്ച് ആളുകൾ അത്രയും ഓഫർ ചെയ്യും. പക്ഷെ ചില ആളുകൾ അതിന് ചിലപ്പോ അതിന് എന്താ പറയാ അത്തരം പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കില്ല. കാരണം അവരുടെ ക്വാളിഫിക്കേഷൻ ചിലപ്പോ ഇച്ചിരി ഹൈ ആൻഡ് എബവ് ആയിരിക്കാം. അപ്പൊ ഈ ഒരു സാലറിക്ക് അയ്യോ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് സെക്ഷനിൽ ഒരു ജോലിക്ക് ആണ്. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ആ ഒരു മറ്റു കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അവരൊരു സാലറി പാക്കേജ് ഓഫർ ചെയ്യാം. അപ്പൊ ആ സാലറി പാക്കേജിൽ ആരാണോ അപ്ലൈ ചെയ്യാനായിട്ട് എത്ര പേരുണ്ട്, എത്ര ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കും. അതനുസരിച്ചിട്ടാണ്. അല്ലാതെ ഇപ്പൊ ഒരു അക്കൗണ്ട്സ് സെക്ഷനിലാണ് കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജോലിയുള്ളൂ, 2 ലക്ഷം രൂപ സാലറി തരാം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആളുകൾ വരും അല്ലെ. അതുമല്ല, അങ്ങനെയല്ല. അക്കൗണ്ട്സ് ആണ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും മിനിമം പോസിബിൾ കോസ്റ്റിൽ കൂടുതൽ സാലറി ഓഫർ ചെയ്ത് അത് എന്തിനെ കുറയ്ക്കും?
അത് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി കുറയും, ലാഭക്ഷമത കുറയും. കുറെ ആളുകൾക്ക് കുറെ വാരിക്ക് ഒരു സാലറി കൊടുത്തു. ഈ സാലറി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സ്പെൻസ് ടു ദ ഓർഗനൈസേഷൻ. ബിസിനസിനെ സംബന്ധിച്ച് വലിയ ചെലവുകളാണ്. ആ ചെലവുകൾ ഇത്രയും അധികം ചെലവ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ലാഭം കുറയും. ചെലവ് കൂടിയാൽ ലാഭം കുറയും അല്ലേ? അങ്ങനെയല്ലേ? പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ മിനിമം പോസിബിൾ കോസ്റ്റില് ഹയർ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ദേ ഹാവ് ദെയർ ഓൺ റിക്രൂട്ട്മെന്റ് അറേഞ്ച്മെന്റ്. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായോ? അതില് ഈ ഈച്ച് എന്റർപ്രൈസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സെന്റൻസ് മിനിമം പോസിബിൾ കോസ്റ്റ് വരെ അണ്ടർലൈൻ ചെയ്യുക. Okay, next one. Underline ചെയ്തല്ലോ. Next one, forecast of manpower requirements. അടുത്തത് manpower requirements ന്റെ ആവശ്യം, എത്ര ആളുകളെ വേണം, എത്ര മാൻ പവർ വേണം എന്നത് മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യണം. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ എളുപ്പം ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിനുവേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു ഒരു റിക്രൂട്ട്മെന്റ് പോളിസി, ഏത് രീതിയിലാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്, അതിന് ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. ആ രീതിയിലൊക്കെ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള റിക്രൂട്ട്മെന്റ് പോളിസിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു റിക്രൂട്ട്മെന്റ് അറേഞ്ച്മെന്റ് ആണ്. അതിനു വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷനും അവരുടേതായ കസ്റ്റമൈസ്ഡ് രീതിയിൽ എന്ത് ചെയ്യാം, റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ചില കാര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്യുക. ക്വാണ്ടിറ്റി ഓഫ് എന്താ പറയാ മാൻ പവർ, ക്വാളിറ്റി ഓഫ് മാൻ പവർ ആൻഡ് ഓൾസോ അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് ആണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. ഇനി ഫോർകാസ്റ്റിംഗ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദ ലൈൻ സ്റ്റാഫ്, ലൈൻ മാനേജർ, ലൈൻ ഒഫീഷ്യൽ ഹാവ് ടു സബ്മിറ്റ് ആൻ ഇന്റന്റ് ഓർ റെക്യൂസിഷൻ ഫോർ റിക്രൂട്ട്മെന്റ്. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നറിയോ, ഈ ഓരോ എന്താ പറയാ ലൈൻ സ്റ്റാഫ് മാനേജേഴ്സ്, ലൈൻ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഫ്ലോറിന്റെ ഒക്കെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും നോക്കി മാനേജ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവര് എന്താ പറയാ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ്, ഒരു റെക്വിസിഷൻ, ഒരു ഇന്റന്റ്, പർച്ചേസ് ഓർഡർ എന്നാണ് അതിന്റെ അർത്ഥം. പർച്ചേസ് ഓർഡർ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പർച്ചേസ് ഓർഡർ വെക്കൂലേ. ഇപ്പൊ നമ്മൾ കുറെ അധികം സാധനങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ ചിലപ്പോ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു റെക്വിസിഷൻ സബ്മിറ്റ് ചെയ്യും. ഇത്ര സാധനം. ജസ്റ്റ് ഇമാജിൻ ഓഫ് എ ഫാർമസി, ഒരു ഫാർമസിനെ കുറിച്ച് ആലോചിക്കും. അവിടെയൊക്കെ ഒരു മെഡിസിൻ അല്ല, ഓരോ ദിവസം ഇന്ന മെഡിസിൻ തീർന്നു, ഇന്ന മെഡിസിൻ തീർന്നു എന്ന് ഓരോ ദിവസവും പറയാതെ അതിനൊരു ഇന്റന്റ് ഡെവലപ്പ്, ഒരു ഇന്റന്റ് ഉണ്ടാക്കും, പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് സബ്മിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇന്ന മെഡിസിൻ ഇത്ര എണ്ണം വേണം, ഇന്ന മെഡിസിൻ. അപ്പൊ ഒരു ബൾക്കായിട്ട് ഒരുമിച്ചാണ്. അപ്പൊ ഒരു പർച്ചേസ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻ ആൻ ഓർഗനൈസേഷൻ when there is vacancies, the line official have to submit a intent or an intent or requisition. ഒരു requisition അല്ലെങ്കിൽ ഒരു intent കൊടുക്കും. ഇത്ര എംപ്ലോയീസിന് ഇത്ര വേക്കൻസീസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ വരുമ്പോ ആ ഇന്റന്റുകളൊക്കെ നോക്കും ആര്, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, ഈ ഇന്റന്റ് ഒക്കെ നോക്കും. എന്നിട്ട് ചെക്ക് ചെയ്യും വെദർ ഇറ്റ് ഈസ് ഓക്കെ, കറക്റ്റ് ആണോ അല്ലെ, ഈ പറയുന്ന വേക്കൻസീസ് ഒക്കെ ഉണ്ടോ, ഈ വേക്കൻസീസ് ഇവർ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ 2 വേക്കൻസി ഉണ്ട്, ഇന്നോടത്ത് 5 ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് കറക്റ്റ് ആണോ എന്ന് അവർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ആണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അറിഞ്ഞിരിക്കുന്ന രീതിയിൽ പറഞ്ഞ എന്താ പറയാ വേക്കൻസീസ് ഉണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്ത് ഇന്റന്റുമായിട്ട് നോക്കും, ഒത്തുനോക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് കറക്റ്റ്, ഇന്റന്റിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്തത് അവിടുത്തെ അതിന്റെ അധികാരികൾ, ബന്ധപ്പെട്ട അധികാരികൾ they have to forecast the basic salary, basic payment.
ഈ കൊണ്ടുവരാൻ പോകുന്ന ഈ ഹയർ ചെയ്യാൻ പോകുന്ന എംപ്ലോയീസിന് എത്രയൊക്കെയാണ് സാലറി കൊടുക്കേണ്ടത്, അവരുടെ സാലറി സ്കെയില്, അവർക്ക് കൊടുക്കേണ്ട വിസിബിൾ അലവൻസസ്, അവർക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുന്ന പല ആനുകൂല്യങ്ങൾ, എന്താ പറയാ അലവൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് പിന്നെ എന്ത് ജോബാണ് അവർക്ക് കൊടുക്കേണ്ടത്, ആ ജോബ് സ്പെസിഫിക്കേഷൻസും മാൻ സ്പെസിഫിക്കേഷൻസും, ഓരോ ജോലി ആർക്ക് കൊടുക്കണം, ഏത് ജോലി കൊടുക്കണം, all these things are decided with consultation with the line managers. ഈ ലൈൻ മാനേജേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഏത് ജോലി ആർക്ക് കൊടുക്കണം, എന്ത് ജോലി കൊടുക്കണം എന്നുള്ളതും ബേസിക് പേയ്മെന്റും മറ്റ് അലവൻസുകളൊക്കെ എന്തൊക്കെയാ കൊടുക്കണ്ടേ എന്നുള്ളതും ഇതൊക്കെ അവര് ഒരുമിച്ച് തീരുമാനിക്കും. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഇന്റന്റ് ഈസ് ഫൗണ്ട് കറക്റ്റ്, പറഞ്ഞിരിക്കുന്ന പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ആ വേക്കൻസി ഒക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ആളുകളുടെ ഒഴിവുകൾ ഉണ്ട് എന്നറിഞ്ഞാൽ ആദ്യം തന്നെ ഇത് തീരുമാനിക്കും. എന്നിട്ടാണ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോകുക. ക്ലിയർ ആയോ? ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് മനസ്സിലായോ? പറയേ. ഓ മൈ ഗോഡ്, പറയാനാരില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾ പറഞ്ഞാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ആൻ മരിയ, ആദിത്യ, അവരൊക്കെ ഒന്ന് ഒരു തപ്പോ എന്തെങ്കിലും ഒന്ന് ഇത്. ബാക്കിയുള്ള കുട്ടികൾ ഇങ്ങനെ അപ്പുറത്ത് ഒന്നുകൂടി പറയണോ? യാസ്മിൻ, അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വേക്കൻസീസ് ഉണ്ടെന്ന് ഓരോ എന്താ പറയാ നമ്മളുടെ ലൈൻ ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോൾ ചില ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ മാനേജ് ചെയ്യുന്ന ആളുകളാണ്. മനസ്സിലായോ? HOD-കളോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മതി. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ഓരോ ഹെഡുകളൊക്കെ ഉണ്ട്. അവരവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഞങ്ങളുടെ ഇന്ന എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ആളുകളുടെ കുറവുണ്ട്, ഇന്ന കാര്യം ചെയ്യാനുള്ള ജോലിക്കാരനില്ല അല്ലെങ്കിൽ ജോലിക്കാരില്ല, അവിടെ ഒരു വേക്കൻസി ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ലൈൻ ഒഫീഷ്യൽസും അവരവർക്ക് വേണ്ട വേക്കൻസീസിനെ കുറിച്ചിട്ട് നമ്മുടെ HR മാനേജർക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഇന്റന്റ് പർച്ചേസ് ഓർഡർ എന്നാണ് അതിന്റെ പേര്. പക്ഷെ ഇവിടെ ഇന്റന്റ് എന്ന് പറഞ്ഞാൽ ആരെ പർച്ചേസ് ചെയ്യുന്നതാ? കാൻഡിഡേറ്റ്സിനെ, പുതിയ എംപ്ലോയീസിനെ പർച്ചേസ് ചെയ്യുന്ന കാര്യമാണ്. അതിനുവേണ്ടി ഇത്ര ഒഴിവുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇന്റന്റ് സബ്മിറ്റ് ചെയ്യും. ഈ ഇന്റന്റ് നമ്മുടെ HR മാനേജർ ഇത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. ഇന്റന്റിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് അതാത് ഡിപ്പാർട്ട്മെന്റിൽ പോയി ചെക്ക് ചെയ്ത് ഇത് ഇവിടെ എങ്ങനെയാണോ, ഇത്ര വേണോ, ഇത്ര ജോലിക്കാർ വേണോ എന്നുള്ളത് അവരൊന്നും കൂടി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അടുത്ത നടപടി എന്താ? ഈ വരുന്ന ആളുകൾക്ക് അവിടെ എന്തായാലും വേക്കൻസി ഫില്ല് ചെയ്യണമല്ലോ. ആ വരുന്നവർക്ക് നമ്മൾ ഇത്ര സാലറി കൊടുക്കും, അവരുടെ സാലറി പാക്കേജ്, അവർക്ക് മറ്റേ അലവൻസുകൾ ഉണ്ടെങ്കിൽ അത്, അവർക്ക് ആർക്കൊക്കെ ഏതൊക്കെ ജോലികൾ കൊടുക്കണം, ജോബ് സ്പെസിഫിക്കേഷനും മാൻ സ്പെസിഫിക്കേഷനും ഒക്കെ മനസ്സിലാക്കി അത് ലൈൻ മാനേജേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു ഡിസിഷനിലേക്ക് എത്തും. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇപ്പോ മനസ്സിലായോ? ഇതിനകത്ത് ഈ ഫുൾ സെന്റൻസ് മുഴുവനും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ വേഗം പെട്ടെന്ന്. ഓക്കെ ആയോ? മനസ്സിലായില്ലേ പോയിന്റ്? നന്നായിട്ട് വായിച്ചു നോക്കണം. ആ സെന്റൻസുകൾ മിക്കതും ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. 2-3 ക്വസ്റ്റ്യൻസ് തന്നെ ആ ഒരു ഒറ്റ പാരഗ്രാഫിൽ തന്നെ കിടക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് വേണം, പർച്ചേസ് ഓർഡർ കിട്ടി, ഒത്തുനോക്കി, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന ഒഴിവുണ്ട്, അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇറ്റ്സ് കറക്റ്റ് മനസ്സിലാക്കി അവരുടെ സ്കെയിൽ ഓഫ് പേയ്മെന്റും അവർക്ക് കൊടുക്കേണ്ട അലവൻസും ഒക്കെ നേരത്തെ കൂടി ഡിസൈഡ് ചെയ്തു. ഇതൊക്കെ തീരുമാനിച്ചിട്ടാണ് കേട്ടോ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അല്ലാണ്ട് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ എത്ര സാലറി കൊടുക്കും അതൊന്നും ചെയ്യാൻ പറ്റില്ല.
ബിക്കോസ് അതാണ് ആദ്യമേ കണക്കാക്കേണ്ടത്. കാരണം ഈ ഒരു സാലറി പാക്കേജ് ഇത്തരം അലവൻസുകളൊക്കെ കൊടുക്കാൻ കേപ്പബിൾ ആണോ ഓർഗനൈസേഷൻ? ദേ ഹാവ് ടു ഡിസൈഡ് ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ്, അല്ലെ? അത് ആദ്യം തീരുമാനിക്കണ്ടേ, ഇത്രയും സാലറി കൊടുക്കാൻ പറ്റുമോ നമുക്ക്, അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടോ, അതല്ലേ? അപ്പൊ ഈ ലൈൻ മാനേജേഴ്സുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇനി തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഇനി നമുക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ട സോഴ്സസ് അന്വേഷിക്കണം. എവിടെ നിന്ന് നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും? There are mainly two types of recruitment sources. They are internal source and external source. രണ്ട് രീതിയിലുള്ള സോഴ്സ് ഉണ്ട്. ഒന്ന് internal source, മറ്റൊന്ന് external source. As the name indicates, internal source means the recruitment from inside the organization, or we can say that already the recruitment from already those who are appeared in the payroll. Internal source എന്ന് പറഞ്ഞാൽ എന്താ? ആന്തരികമായിട്ടുള്ള സോഴ്സ്. ആന്തരിക സോഴ്സസിൽ നിന്ന് എന്താ പറയാ, സ്രോതസ് എന്നാണ് അതിന്റെ മലയാളം. അതിൽ നിന്ന് ആളുകളെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം. എന്ന് വെച്ചാൽ ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. ഇപ്പൊ ഇവിടെ ഇത് സ്മാർട്ട് ശ്രീ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതൊരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ PROs വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റ് ഓഫീസ് സ്റ്റാഫുകളുണ്ട്, മറ്റ് ജോലിക്കാരുണ്ട്, എംപ്ലോയീസ് ഉണ്ട്, പിന്നെ ടീച്ചേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പർട്ടിക്കുലർ വിഭാഗങ്ങളുണ്ട്. If a vacancy arise in any of particular departments, ഇതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു 3-4 വേക്കൻസീസ് വന്നു എന്ന് വിചാരിക്കാം. ഈ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വെദർ വി ക്യാൻ റിക്രൂട്ട് ദം ഫ്രം ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. ഇവിടെ നിന്ന് തന്നെ ചിലപ്പോ എന്താ പറയാ, ടീച്ചേഴ്സിന്റെ അവിടെയാണ് ഒഴിവ്. അപ്പൊ ചിലപ്പോ ഒരുപാട് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം മറ്റു ജോലികളൊന്നും കിട്ടാൻ ഇല്ലാത്തത് കൊണ്ട് വലിയ വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും അവര് ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു സംതിങ്, അല്ലെ? നിർഭാഗ്യവശാൽ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടാത്തത് കൊണ്ട് ചില ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാകുകയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ? ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റണമെങ്കിൽ വി ഹാവ് ടു ഡു സംതിങ് ലൈക്ക് ജോബ്, എന്തെങ്കിലും ജോലികൾ ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും ഇത്ര ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഇന്ന ജോലിയാണ് കിട്ടിയത്. അപ്പൊ ആ ജോലി ചെയ്യാൻ നിർബന്ധിതരായിരിക്കുന്നവരാണ്. ചിലപ്പോ ടീച്ചിങ്ങിന്റെ BEdും അല്ലെങ്കിൽ അതിനകത്ത് വേണ്ട കുറെ സ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാസ്സായവരും ചിലപ്പോഴൊക്കെ അവരുടെ വേറെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ PROs ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടീച്ചേഴ്സിന് 2 പേരിന് ഒഴിവുണ്ട്, 2 ടീച്ചേഴ്സിന് ഒഴിവുണ്ട്. ആൻഡ് അവരുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിയപ്പോ മാച്ച് ചെയ്ത് നോക്കിയപ്പോ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ടീച്ചറാക്കി നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളുണ്ട് എന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? അവരെ കൊണ്ടുവന്നിട്ട് അവര് 2 പേരെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ടീച്ചിങ്ങിന് കൊണ്ടുവന്ന് നമുക്കിടാം. അങ്ങനെ ആ ഓർഗനൈസേഷനിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റുകളാണ്. ഇവിടെ നിന്ന് മാറ്റി അങ്ങോട്ട്, അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട്, ഓക്കെ, ലോവർ ലെവലിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് ഹയർ ലെവലിലേക്ക്, അങ്ങനെയൊക്കെ. അങ്ങനെ ഇൻസൈഡ് ദ ഓർഗനൈസേഷനിൽ തന്നെ, ദാറ്റ് മീൻസ് അവിടുത്തെ പേറോളിനകത്തുള്ളവരെ തന്നെ. പേറോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എല്ലാവർക്കും കൊടുക്കേണ്ടി വരുന്ന സാലറിയും മറ്റ് ബെനിഫിറ്റുകളും ഒക്കെ ഒറ്റ ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ? ഓരോരുത്തരുടെ പേര്, അവർക്ക് കിട്ടുന്ന ബേസിക് സാലറി എത്ര, അതിന്റെ കൂടെ PF അല്ലെങ്കിൽ DA TA അങ്ങനെ കുറെ അലവൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ എത്ര പേയ്മെന്റ് എത്രയാണെന്നുള്ളത് ലാസ്റ്റ് കോളത്തിൽ. അങ്ങനെ ഇത് പേര് എല്ലാവരുടെയും, എല്ലാ എംപ്ലോയീസിന്റെ ഒരുമിച്ച് അതാണ് പേറോൾ. അപ്പൊ ആ പേറോളിനകത്തുള്ള എംപ്ലോയീസിനെ തന്നെ പല അഡ്ജസ്റ്റ്മെന്റിലൂടെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ജോലി കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്ഗ്രേഡ് ചെയ്തോ, ട്രാൻസ്ഫർ ചെയ്തോ, പ്രൊമോട്ട് ചെയ്തോ, ചിലപ്പോഴൊക്കെ ഡിമോഷൻസ് നടക്കും. പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ. മനസ്സിലായില്ല? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല? പോയി എല്ലാവരും ഇറങ്ങി. ഹലോ മനസ്സിലായി? തമ്പൊന്നും കാണാനില്ലല്ലോ. ഓക്കെ, യെസ്, അതാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ അകത്ത് തന്നെ വെച്ചിട്ട് ബിസിനസ് ഓർഗനൈസേഷന്റെ പുറത്തുനിന്ന് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. എന്ന് വെച്ചാൽ പരസ്യം ചെയ്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ വേക്കൻസി ഇതൊന്നും ആരെയും അറിയിക്കുന്നില്ല. ഇതിനകത്തുള്ള ആളുകളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിച്ചിടും. അതും സാധാരണ ബിസിനസ് ഓർഗനൈസേഷനിൽ മിക്കവാറും ചെയ്യുന്നതാ. ഈ പ്രൊമോഷൻ കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഓൾ ദീസ് തിങ്സ്, അതിനെയൊക്കെ നമ്മൾ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് സോഴ്സ് എന്നാണ് വിളിക്കുക. ഇനി എന്തായിരിക്കും അപ്പൊ എക്സ്റ്റേണൽ സോഴ്സ്? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, റിക്രൂട്ട്മെന്റ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ അല്ല, ഓർഗനൈസേഷന്റെ പുറത്തുനിന്ന് റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നു. മനസ്സിലായി? അപ്പൊ റിക്രൂട്ട്മെന്റുകൾ പുറത്തുനിന്ന് നടത്തുമ്പോൾ എന്താ പറയാ, പുതിയ
അത് ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ആ റിക്രൂട്ട്മെന്റുകൾ, പുറത്തുനിന്ന് വരുന്ന റിക്രൂട്ട്മെന്റുകൾ എങ്ങനെയൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ്, പുതിയതായിട്ട് തൊഴിൽ ശക്തിയിലേക്ക് വന്നു ചേരുന്ന പുതിയ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് പല ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുന്ന പുതിയ ആൾക്കാർ ലേബർ ഫോഴ്സിൽ ആഡ് ചെയ്യുന്നത്. കാരണം എന്താ, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ച് തൊഴിൽ ചെയ്യാൻ, ജോലി ചെയ്യാൻ കേപ്പബിൾ ആയിട്ട് ഇറങ്ങുന്ന ആളുകൾ, അതാണ് പുതിയ യങ്സ്റ്റേഴ്സ്. അങ്ങനെയുള്ള ആളുകളെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ആളുകളെ നമുക്ക് എടുത്തിട്ട് തന്നെ ഫ്രഷേഴ്സിനെ പിടിച്ചിട്ട് നമുക്ക് ജോലി കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയുള്ള പരസ്യങ്ങൾ ചെയ്യാം, പ്ലേസ്മെന്റുകൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ആ രീതിയിലൊക്കെ. നെക്സ്റ്റ് വൺ അൺഎംപ്ലോയിഡ്, അതായത് ജോലി ചെയ്യാൻ നല്ല കഴിവുണ്ട്, കേപ്പബിലിറ്റീസ് ഉണ്ട്, ഭയങ്കര കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ജോലി ഇല്ല, അൺഎംപ്ലോയിഡ് ആണ്. അങ്ങനെയുള്ളവരെ നമുക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാം, പുറത്തുനിന്ന് കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ റിട്ടയേർഡ് അൺഎക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്, റിട്ടയേർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്. ഓക്കെ, എന്താണ്, ഏതെങ്കിലുമൊക്കെ ജോലി നേരത്തെ ചെയ്തിരുന്നവര്, എന്നാൽ ഒരു റിട്ടയർമെന്റിന് ഒരു പ്രായം ഉണ്ടല്ലോ, ആ ഒരു ഇത് കഴിഞ്ഞ് കഴിയുമ്പോ റിട്ടയർ ചെയ്ത് വന്നിട്ടുള്ളവര്, അവര് ചിലപ്പോ മേ ബി എനർജറ്റിക്. കാരണം എല്ലാ ആളുകളും 58 വയസ്സിൽ എന്താ പറയുക റിട്ടയർ ചെയ്തിട്ട് എല്ലാവരും വീടിന്റെ മൂലക്കയ്യോ റിട്ടയർമെന്റ് കാലയളവാണെന്ന് വിചാരിച്ചിരിക്കുന്നില്ല ഇന്നത്തെ കാലത്ത്. കാരണം ചിലപ്പോഴൊക്കെ അവർ അത്രയും പ്രായം കൊണ്ട്, ഏജ് എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമായിട്ട്, പക്ഷെ കണ്ടാല് അതിനേക്കാൾ എന്താ പറയാ ഭയങ്കര യങ് ആയിട്ട് തോന്നുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അവരെയും വേണമെങ്കിൽ നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് എടുക്കാം. പല ഓർഗനൈസേഷൻസും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആൻഡ് അതേഴ്സ്, മറ്റുള്ളവർ, മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് പുതിയ റിക്രൂട്ട്മെന്റുകൾ പുറത്തുനിന്ന് നടത്താം. അപ്പൊ പ്രധാനമായിട്ടും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ വരുന്നതാണ് ന്യൂ എൻട്രൻസ്, അതായത് നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കോളേജ് സ്റ്റുഡൻസ്, കംപ്ലീറ്റഡ് ദർ ക്വാളിഫിക്കേഷൻ, പല ക്വാളിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഫ്രഷേഴ്സ് ആയിട്ട് വരുന്നവര്, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള സ്കില്ലും എബിലിറ്റീസും ഒക്കെ വളരെയധികം ഉള്ളവര്, ആൻഡ് റിട്ടയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്, അവരെയും മറ്റു വിഭാഗത്തിൽ നിന്നൊക്കെ നമുക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് ക്യാൻ ബി കണ്ടക്ടഡ്. ക്ലിയർ ആയോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേണൽ സോഴ്സ് തുടങ്ങി ആ ലാസ്റ്റ് പോയിന്റ് കിടക്കുന്ന ഡി കിടക്കുന്ന അതേഴ്സ് വരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലാവാത്ത ആരുമില്ലല്ലോ? ഓക്കെ, അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അടുത്ത ദിവസം എടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മള് ഈ പോയിന്റുകളൊക്കെ സ്റ്റെപ്സ് ഇൻ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ അത്രയും വരെയൊക്കെ നന്നായിട്ട് വായിച്ചിട്ട് വരാം. പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് തീരുമ്പോ പിന്നെ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. ഓക്കെ, നന്നായി വായിച്ചു നോക്കിയിട്ട് വരിക. അടുത്ത ദിവസം കാണാം. ഓക്കെ, മൺഡേ ഉണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു, താങ്ക് യു മാം. താങ്ക് യു.